ഹായ് മക്കളെ, നമ്മളേവരും കാത്തിരുന്ന റിസൾട്ടിൻ്റെ ഡേറ്റിനെ പറ്റി ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. +1 +2 റിസൾട്ട് ഡേറ്റ് എപ്പോഴാണ് വരിക എന്ന കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. +2ൻ്റെ റിസൾട്ട് വരാൻ പോകുന്ന മെയ് 22-നാണ്. +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വരാൻ പോകുന്ന മെയ് 8-ാം തീയതിയാണ്. +1ൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് ജൂൺ 10-നാണ്. സോ ഈ പറയുന്ന റിസൾട്ട് ഡേറ്റിലോട്ട് ഇനി അധികം ദൂരമില്ല. സോ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ റിസൾട്ടിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പറ്റി കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാനുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ +2 മക്കൾക്ക് റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഇനി ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്യണം, ഏത് കരിയറിലോട്ട് പോകണം എന്ന സംശയമൊക്കെ ഉണ്ടാവുക. സോ നിങ്ങളുടെ അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി സൈലം ഒരു അടിപൊളി ഓൺലൈൻ കരിയർ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് കരിയർ കോമ്പസ് എന്ന് പറയുന്നത്. ഓരോരോ ഫീൽഡിലും എക്സ്പേർട്ട് ആയിരിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി സൈലം ഒരുക്കുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് +2-ന് ശേഷം എന്ത് എന്ന സംശയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാൻ പാടില്ല. സോ എല്ലാവരും ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ സെഷൻസും കൃത്യമായി തന്നെ അറ്റൻഡ് ചെയ്യുക. ഇനി +1 മക്കളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള വലിയ ചോദ്യമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് എപ്പോഴാണ് തയ്യാറെടുക്കേണ്ടത്, ഞങ്ങൾ ഈ മൊമെൻറ്റിൽ തന്നെ ഇംപ്രൂവ്മെൻറ്റിന് പഠിച്ചു തുടങ്ങണോ, വെക്കേഷൻ സമയത്ത് പാഴാക്കാതെ ഏതൊക്കെ സബ്ജക്റ്റിലാണോ മാർക്ക് കുറഞ്ഞത് അത് ഞാൻ ഈ മൊമെൻറ്റിൽ തന്നെ പഠിച്ചാൽ ഞങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കില്ല എന്നൊക്കെ പലരും എന്നോട് കണ്ടിന്യൂസ്ലി ചോദിക്കാറുണ്ട്. മക്കളെ, ഒരു കാരണവശാലും ഈ വെക്കേഷൻ പീരീഡിൽ നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റിന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ +2 ബോർഡ് എക്സാമിൻ്റെ കൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ മാർച്ച് മാസത്തിലാണ്. അടുത്ത അക്കാഡമിക് ഇയറിലുള്ള മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഈ മൊമെൻറ്റിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോടാ? ഒരാവശ്യവുമില്ല. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത് +2-ന് തന്നെയാണ്. കാരണം +1-ൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് ഉണ്ട്, ഒരു രണ്ടാം ഊഴമുണ്ട്. പക്ഷേ +2-ൽ അത്തരത്തിലൊരു സെക്കൻഡ് ചാൻസ് നിങ്ങളുടെ മുന്നിലില്ല. ഒരൊറ്റ അവസരമേ ഉള്ളൂ. ആ അവസരത്തിൽ ഏറ്റവും മികച്ച വിജയം, ഏറ്റവും തിളക്കമാർന്ന വിജയം തന്നെ നമുക്ക് കരസ്ഥമാക്കണം. സോ കൃത്യമായി തന്നെ പഠിച്ചു തുടങ്ങുക. സൈലം കൂടെയുണ്ട്, ഉഷാറാക്കുക.